MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വികസന സന്ദേശ ജാഥ നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. ലാൽ സലാം. കുട്ടികൾക്കും പഠിക്കാനുള്ള അവകാശങ്ങൾ ഇന്നിവിടെയുണ്ട്. സവർണനെന്നോ അവർണനെന്നോ വ്യത്യസ്തതകളില്ലാതെ ഒരേ ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കാനുള്ള അവകാശങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടം എന്ന് പറയുന്നത്. ആശയറ്റ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചവർ, മാധ്യമങ്ങളിൽ എഴുതിയവർ, ആശയക്കാർക്ക് ആശയക്ക് ആശയില്ല എന്ന് പറഞ്ഞവർക്ക്, പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് 1000 രൂപ ഓണറേറിയം കൂടി വർദ്ധിപ്പിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് 1000 രൂപ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. പാവപ്പെട്ട യുവജനങ്ങൾക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ലെപ്രസിയും ക്യാൻസർ രോഗികളും ഉൾപ്പെടെയുള്ള രോഗികൾക്ക് 1000 രൂപയിൽ നിന്ന് 2000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എവിടെയാണ് വികസന പ്രവർത്തനങ്ങൾ എത്താത്തത്? എവിടെയാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്താത്തത്? ED ഉപയോഗപ്പെടുത്തിക്കൊണ്ടും എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഈ കൊച്ചു കേരളത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള അടിയന്തരാവസ്ഥയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ കൊച്ചു കേരളത്തില് വീടുണ്ടാക്കി കൊടുത്തുകൊണ്ട്, ചികിത്സ കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ജനകീയ ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ലോക നിലവാരത്തിലേക്ക് ഉന്നതമായിട്ടുള്ള നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുള്ള ആരോഗ്യ മേഖലയാണ് ഈ ഗവൺമെന്റിന്റെ മേഖല. ചികിത്സാ ധനസഹായം, സൗജന്യമായിട്ട് ചികിത്സ നൽകുന്ന ഇടം എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. ഏറ്റവും കൂടുതൽ ചികിത്സാ ധനസഹായം കൊടുക്കുന്ന നാട് എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഒരു കൊച്ചു കേരളത്തിൽ മാത്രമാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 10 വർഷത്തിനുള്ളിൽ തന്നെ 15 കോടി രൂപയിലധികം ചികിത്സാ ധനസഹായം കൊടുത്തിട്ടുള്ള നാടാണ് ഈ നാട് എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ. അന്നവരുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏത് മേഖലയിലാണ് വികസന പ്രവർത്തനങ്ങൾ എത്താത്തത്? സഖാവ് വിനോദിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ രേഖകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും റോഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ എത്താത്തതുണ്ടോ? BMNBC ആക്കാത്ത ഏതെങ്കിലും റോഡുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ റോഡുകൾ ഉണ്ടാവുകയുള്ളൂ. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട.